നാം നിങ്ങളുടെ ഉറപ്പ് അഥവാ കരാർ വാങ്ങുകയും നിങ്ങളുടെ മീതെ നാം തൂർ അഥവാ പർവ്വതം ഉയർത്തുകയും ചെയ്ത സന്ദർഭം നിങ്ങൾക്ക് നാം നൽകിയതിനെ നിങ്ങൾ ബലമായി പിടിക്കുവീൻ, കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുവീൻ എന്ന് പറഞ്ഞും കൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്നു. അവരുടെ അവിശ്വാസം നിമിത്തം അവരുടെ ഹൃദയങ്ങളിൽ അവർക്ക് പശുക്കുട്ടി കുടിപ്പിക്കപ്പെടുകയും അഥവാ പശുക്കുട്ടിയോടുള്ള സ്നേഹം നിറയുകയും ചെയ്തിരിക്കുന്നു. പറയുക, നിങ്ങളുടെ ആ വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്നത് വളരെ ചീത്തയത്രേ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. 93-ാം വചനത്തിന്റെ വിശദീകരണം. ഇസ്രായേല്യരോട് ഉറപ്പ് വാങ്ങിയെന്നും പർവ്വതം ഉയർത്തിയെന്നും പറഞ്ഞത് മുമ്പ് 63-ാം വചനത്തിൽ പ്രസ്താവിച്ച അതേ സംഭവങ്ങൾ തന്നെ ഒന്നുകൂടി ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയും അതോടൊപ്പം ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കൂടി വിവരിക്കുകയുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. തൗറാത്ത് വളരെ കാര്യമായും കണിശമായും സ്വീകരിക്കണം, അതിലെ കൽപ്പനകളെല്ലാം കേട്ട് മനസ്സിലാക്കണം എന്നൊക്കെ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി സമിഅന വ അസ്വൈന, ഞങ്ങൾ കേട്ടു, അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു. കാതുകൊണ്ട് കേട്ടുകൊള്ളാം, പക്ഷേ പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ തയ്യാറായില്ല എന്ന് സാരം. വാക്കുകളിലും പ്രവർത്തികളിലും ധിക്കാരവും ധാർഷ്ട്യവും കാണിക്കൽ ഇസ്രായേല്യരുടെ പതിവാണല്ലോ. താങ്കളും താങ്കളുടെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക, ഞങ്ങളിവിടെ ഇരിക്കുകയാണ് എന്നും അള്ളാഹുവിനെ നേരിൽ കാണാതെ ഞങ്ങൾ താങ്കളെ വിശ്വസിക്കുകയില്ല എന്നും മറ്റും മൂസ അലൈഹിസ്സലാം നബിയോട് പറഞ്ഞതുപോലെയുള്ള ഒരു വാക്കായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെപ്പറ്റിയും കരുതേണ്ടതുള്ളൂ. ഒരുപക്ഷെ വായ കൊണ്ട് അനുസരിച്ചുവെന്നും ഭാവം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അനുസരണക്കേട് കാണിക്കുകയാണുണ്ടായതെന്നും ആയിരിക്കാം ആ വാക്കിന്റെ ഉദ്ദേശം. അല്ലെങ്കിൽ മല ഉയർത്തി ഉറപ്പ് വാങ്ങിയപ്പോൾ കേട്ടനുസരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞുവെന്നും പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ അനുസരിക്കുവാൻ തയ്യാറില്ലെന്ന് പറഞ്ഞുവെന്നും ആവാം. അള്ളാഹുവിനറിയാം. വശ്റബു ഫീ ഖുലൂബിഹിമുൽ ഇജ്ല ബികുഫ്രിഹിം, അവരുടെ അവിശ്വാസം നിമിത്തം അവരുടെ ഹൃദയങ്ങളിൽ അവർക്ക് പശുക്കുട്ടി കുടിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാക്യം അവർ ആരാധ്യവസ്തുവായി സ്വീകരിച്ച ആ പശുക്കുട്ടിയോട് അവർക്കുള്ള പ്രേമത്തിന്റെ ആധിക്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. ആലങ്കാരികമായ ഒരു ഉന്നത സാഹിത്യ ശൈലിയിലാണ് ഈ വാചകമുള്ളത്. പശുക്കുട്ടിയെ അഥവാ അതിനോടുള്ള പ്രേമത്തെ ഒരു പാനീയത്തോടും ഹൃദയങ്ങളെ വയറുകളോടും ഇതിൽ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. വളരെ രുചികരവും ഹൃദ്യവുമായ പാനീയം മൂക്കറ്റം കുടിച്ച് വയറു നിറഞ്ഞാലുണ്ടാകുന്ന ഒരു പ്രതീതിയാണ് ആ പശുക്കുട്ടിയോടുള്ള സ്നേഹത്തിൽ അവരുടേത്. ആകയാൽ അവരുടെ ഹൃദയത്തിലേക്ക് ഉപദേശങ്ങൾക്കൊന്നും പ്രവേശനമില്ലാതായിരിക്കുന്നു എന്ന് ചുരുക്കം. ഞങ്ങൾ മുമ്പേ വിശ്വാസികളാണ്, ഇനി പുതുതായി ഒന്നിലും ഞങ്ങൾ വിശ്വസിക്കേണ്ടതില്ല എന്നാണല്ലോ യഹൂദികളുടെ വാദം. വിശ്വാസമാകട്ടെ സൽക്കർമ്മങ്ങളിലേക്കും സന്മാർഗത്തിലേക്കുമാണ് നയിക്കുക. അവരുടെ നിലയാണെങ്കിൽ നേരെ മറിച്ചുമാണ്. ഇതിനെപ്പറ്റിയാണ് അവരോട് ബിഅ്സമാ യഅ്മുറുക്കും ബിഹി ഈമാനുക്കും, നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്നത് വളരെ ചീത്ത എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ശരിയല്ല, ശരിയാണെങ്കിൽ നിങ്ങളുടെ സ്ഥിതിഗതികൾ ഇപ്രകാരമാകുമായിരുന്നില്ല എന്ന സൂചന.